പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന AEWൻ്റെ കൊളീഷൻ എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിലൂടെ മുൻ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്ന റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ടാഗ് ടീമുകളിൽ ഒന്നറിയപ്പെടുന്ന മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ഓൾ എലീറ്റ് റെസ്ലിംഗിൻ്റെ ഭാഗമായിരിക്കുന്നു. ഒഫീഷ്യലി AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിലെ അലക്സ് ഷെല്ലി, ക്രിസ് സേബിൻ തുടങ്ങിയവർ AEWൻ്റെ ഭാഗമായിരിക്കുന്നു. കൊളീഷനിൽ ഇന്നത്തെ ഇവരുടെ ഒരു വരവ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, സർപ്രൈസ് ആയിരുന്നു. ഈ കൊളീഷൻ എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡ് ആരംഭം കുറിക്കുന്നതും ഇവരുടെ ഈ ഒരു ഭാഗത്തോട് ഡെബ്യൂ സെഗ്മെൻറ്റോട് കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വരവ് എന്തായാലും അത് ചെറിയ രീതിയിൽ അവർ കൊണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ നല്ലതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ്. ലോകപ്രശസ്തമായിട്ടുള്ള 2 പേരാണ് ഇവർ. വേൾഡ് ചാമ്പ്യന്മാരാകുന്നതൊക്കെ TNA റെസ്ലിംഗിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ്. WWEയിലേക്ക് വന്നപ്പോഴും തുടക്കത്തിൽ അവർക്ക് നല്ല പരിഗണന ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാഗ് ടീം ഡിവിഷന് വളരെ വീക്കായിട്ടായിരുന്നു പിന്നീട് WWE പരിഗണിച്ചത്. അപ്പോൾ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ അവസരം പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു പോകുകയായിരുന്നു. മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ എന്നല്ല, മൊത്തത്തിൽ ടാഗ് ടീം ഡിവിഷൻ WWEയിൽ വളരെ ഡിസപ്പോയിൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറുകയായിരുന്നു. ക്രിയേറ്റീവ് ടീം അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മോട്ടോർ സിറ്റി മെഷീൻ ഗൺസും ആ ഒരു ലൂപ്പിൽ അകപ്പെട്ടു. പിന്നീട് ഇവരെ കമ്പനി റിലീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. അതാണ് AEWയിലേക്കുള്ള മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ ഡെബ്യൂയിലേക്ക് നയിക്കപ്പെട്ട കാരണം. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന WWEയുടെ ഒരു ഹൗസ് ഷോ ലൈവ് ഇവൻറ്റിൽ നടന്ന ഒരു സംഭവ വികാസത്തെ സംബന്ധിച്ചാണ്. അതായത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ CM പങ്കും കോഡി റോഡ്സും ടീം ആയിക്കൊണ്ട് ലൈവ് ഇവൻറ്റുകളിൽ ഗുന്തർ, സാമി സെൻ തുടങ്ങിയവർക്കെതിരെ ടാഗ് ടീം മത്സരമാണ് കളിക്കുന്നത്. മത്സരത്തിൽ പങ്ക്, കോഡി തുടങ്ങിയവരുടെ ടീം വിജയിക്കും. ഇവർക്കിടയിൽ പ്രശ്നങ്ങളുള്ളതുപോലും അത് ഡാൻ ഹൗസിന് വന്നിട്ട് പരിഹരിക്കുന്നതായിട്ടാണ് ഇതുവരെയുള്ള ലൈവ് ഇവൻറ്റ്സിൽ നിരന്തരം കാണിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നടന്ന ലൈവ് ഇവൻറ്റിൽ ഇതൊരു ഫിസിക്കലായിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ രാവിലെ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഇതിൻ്റെ ഒരു ക്ലിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ കുറച്ച് കൂട്ടുകാരെങ്കിലും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും വെളിപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ ലൈവ് ഇവൻറ്റിന് ശേഷം, മത്സരം കഴിഞ്ഞതിന് ശേഷം CM പങ്ക് പിറകിലൂടെ ചെന്ന് കോഡി റോഡ്സിനെ ഒന്ന് തട്ടി വിളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എൽബോ യൂസ് ചെയ്തുകൊണ്ട് CM പങ്കിനെ കോഡി റോഡ്സ് ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ കോഡി റോഡ്സ് അപ്പം തന്നെ സോറി പറയുന്നുണ്ടെങ്കിലും CM പങ്ക് അത് ഒരു മിസ്റ്റേക്ക് അല്ല, തന്നെ യഥാർത്ഥത്തിൽ ആക്രമിച്ചതാണ്, അത് മനഃപൂർവ്വം ആക്രമിച്ചതാണ് എന്നുള്ളത് പറഞ്ഞ് അവിടെ ഇരുവരും വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നീട് ഒഫീഷ്യൽസ് വന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്മാക്ക് ഡൗണിലോ ലൈവ് ഇവൻറ്റ്സിലോ, അതായത് ഇപ്പോൾ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലോ ആണെങ്കിൽ പോലും ഇരുവരും ഫിസിക്കലായിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ലൈവ് ഇവൻറ്റിലൂടെ ഇപ്പോൾ അതിന് ഒരു തുടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗണിൽ കോഡി റോഡ്സും പങ്കും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് നടക്കുന്നുള്ളത് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് സോളോ സിക്കോവ എന്ന് പറയുന്ന മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെ സംബന്ധിച്ചാണ്. സോളോ സിക്കോവ ഇപ്പോൾ സ്മാക്ക് ഡൗണിലും റോയിലും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും അതുപോലെ തന്നെ കഥാപാത്രവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് നിലവിൽ സോളോ സിക്കോവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വില്ലനാണോ എന്ന് ചോദിച്ചാൽ വില്ലനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേ സമയത്ത് കാണികൾ സോളോ സിക്കോവയെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹീറോ ആണെന്നോ ചോദിച്ചാൽ അത്തരത്തിലുള്ളൊരു പരിഗണന അദ്ദേഹത്തിന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരു കഥാപാത്ര രീതിയാണ് സോളോ സിക്കോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞാലും അതിൽ നമുക്കൊരു തർക്കം ഉണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്റ്റും റെസ്ലിംഗ് വേർഡ്സും കൂടി നടത്തുന്ന ഒരു റിപ്പോർട്ടിൽ, അവരുടെ പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്നത് സോളോ സിക്കോവയ്ക്ക് ഇപ്പോൾ വലിയൊരു സപ്പോർട്ട് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ്. കാരണം അദ്ദേഹത്തിന് കൊടുത്ത ക്യാരക്ടർ, അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന രീതി അത് വേറിട്ടതാണെന്നും അത് നല്ലതുപോലെ ക്ലിക്കാകുന്നുണ്ടെന്നും അപ്പോൾ ക്രിയേറ്റീവ് ടീം നല്ലതുപോലെ അതിന് പ്രശംസ കൊടുക്കുന്നുണ്ടെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശംസയൊക്കെ സോളോ സിക്കോവയ്ക്ക് കിട്ടുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സോളോ സിക്കോവ എന്ന് പറയുന്ന റെസ്ലർ ഫ്യൂച്ചർ റെസ്ൽമേനിയ മെയിൻ ഇവൻ്ററാണ്, വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആണ് എന്നുള്ളത് ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതായത് സോളോ സിക്കോവയ്ക്ക് ഇനിയും ഗംഭീരമായിട്ടുള്ളൊരു പുഷ് പരിഗണന മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളിലായ, അതിപ്പോൾ റോയലായാലും സ്മാക്ഡൗണിലായാലും കിട്ടുമെന്നുള്ളത് കൺഫേം ആണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ക്യാരക്ടർ ഏതാണെങ്കിലും അദ്ദേഹം അത് ഗംഭീരമായി ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു ഹാർഡ് വർക്കും എഫേർട്ടും അദ്ദേഹം ഇടുന്നുണ്ട്. അപ്പോൾ
അത് സോളസിക്കോവ ക്ലിക്കാക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി ഗംഭീരമായിട്ട് പുഷ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. 4ാമത്തെ അപ്ഡേറ്റ് ട്രിപ്പിൾ എച്ച് എന്ന് പറയുന്ന നിലവിലെ WWE ക്രിയേറ്റീവ് ഹെഡിനെ സംബന്ധിച്ചാണ്. സൂപ്പർ സ്റ്റാറുകളിൽ സൂപ്പർ സ്റ്റാറാണ് ട്രിപ്പിൾ എച്ച് എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ക്രിയേറ്റീവ് ഹെഡ് എന്ന നിലയിൽ ട്രിപ്പിൾ എച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോ, സ്മാക്ഡൗൺ തുടങ്ങിയ വീക്ക്ലി എപ്പിസോഡ്സിൻ്റെ നിലവാരം അപ്പാടെ തകർന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ റോ എപ്പിസോഡ്. ഇതിലെ ബ്രോക്ക് ഒബാഫെമി സെഗ്മെൻറ്റ് WWE പ്ലാൻ ചെയ്തതുപോലെ നടന്നു എന്നുണ്ടെങ്കിലും അവർ പ്രതീക്ഷിച്ച ഒരു റിസീപ്റ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. അതായത് കാണികൾ അത് അവർ വിചാരിച്ചത് വലിയൊരു ഹൈപ്പ് ആക്കിയിട്ട് ആ ഒരു മാച്ചിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആയിട്ട് അത് മാറുമെന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു മൊമെൻ്റ് പോലും ആ ഒരു സെഗ്മെൻറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ട്രിപ്പിൾ എച്ചിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കൂടാതെ റയാൻ ഗാർഷിയ എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോക്സിംഗ് ചാമ്പ്യനെ ഈ ഡാൻ ഹൗസൻ, ജോ ഹെൻറി, ജഡ്ജിയുടെ സ്റ്റോറി ലൈനിലേക്ക് ആ സെഗ്മെൻറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചതും അതും ട്രിപ്പിൾ എച്ചിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കാരണം റയാൻ ഗാർഷിയ കുറച്ച് നാളുകളായിട്ട് വലിയ വിവാദങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ബോക്സറാണ്. അപ്പോൾ ഈ താരത്തെ നെറ്റ്ഫ്ലിക്സ് പോലെ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു OTT പ്ലാറ്റ്ഫോമിലേക്ക് ലോകമെമ്പാടും സ്ട്രീം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനും വേണ്ട രീതിയിലുള്ള ഒരു കൃത്യത ട്രിപ്പിൾ എച്ചിന് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് റയാൻ ഗാർഷിയയെ കൊണ്ടുവരുന്നത്, ആ സെഗ്മെൻറ്റിൽ എന്തിനാണ് റയാൻ ഗാർഷിയ വന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവാദമായിട്ട് നിൽക്കുന്ന ഒരാളെ എന്തിന് അവിടേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ട്രിപ്പിൾ എച്ച് ബാക്ക് സ്റ്റേജിൽ നേരിടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടാൻ വലിയ സാധ്യതകളുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് റസ്ലർ വേർഡ്സ് നിലവിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ എച്ചിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്സ് ആയാലും ഇപ്പോൾ ടിക്കറ്റ് സെയിൽസ് ആയാലും ഇപ്പോൾ ക്രിയേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങളായാലും അതൊക്കെ താഴ്ചയിലേക്ക് മാത്രമാണ്, ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ള ഒരു വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത്. 5ാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ബ്രോക്കിനെ സംബന്ധിച്ച് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒബാഫെമിയുമായിട്ടുള്ള മത്സരത്തിൽ ബ്രോക്ക് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടില്ല. ബ്രോക്കിൻ്റെ WWE കരിയറിലെ അവസാന റെസ്ലിംഗ് മാച്ച് ആയിരിക്കുമോ ഒബാഫെമിക്കെതിരെ സമ്മർ സ്ലാമിൽ കളിക്കുന്ന ഹെൽ ഇൻ എ സെൽ മത്സരം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ഞായറാഴ്ച ഓഗസ്റ്റ് 2-ാം തീയതി ഒബാഫെമിക്കെതിരെ ബ്രോക്ക് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ വെച്ച് നടക്കുന്ന സമ്മർ സ്ലാമിലെ ആ മത്സരം അവസാനിക്കുന്നതോടുകൂടി കരിയറിന് വിരാമം വിടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ബ്രോക്ക് ലെസ്നർ സമ്മർ സ്ലാം 2026 മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടാലും വിജയിച്ചാലും വിരമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രോക്ക് ഈ ഒരു സമ്മർ സ്ലാം 2026 മത്സരത്തിന് ശേഷം വലിയ ബ്രേക്ക് എടുത്തേക്കും. അതിനർത്ഥം ബ്രോക്ക് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. ബ്രോക്ക് ആ ബ്രേക്ക് എടുത്തതിന് ശേഷം റസൽമീനിയ 43 അടുത്ത വർഷത്തെ 2027 സൗദി അറേബ്യ രാജ്യത്ത് വെച്ച് നടക്കുന്ന റസൽമീനിയ 43 മുൻപ് റിട്ടേൺ ചെയ്യുമെന്നും ആ റസൽമീനിയ 43 വെച്ചിട്ട് ബ്രോക്കിൻ്റെ കരിയറിലെ അവസാന മത്സരം റിട്ടയർമെൻറ്റ് മാച്ച് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു മത്സരം പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കരിയറിന് വിരാമം വിടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ 2026 സമ്മർ സ്ലാമിലെ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിലോടുകൂടി ബ്രോക്ക് വിരമിക്കും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കേണ്ട. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് നമുക്ക് നിലവിൽ കേൾക്കാൻ സാധിക്കുന്നില്ല. ബ്രോക്കിൻ്റെ കരിയർ അടുത്ത വർഷവും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.